അപ്പോൾ ഞാൻ റോഷൻ മോഹൻ. അപ്പോൾ നിങ്ങൾ എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാടധികം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിതുരയിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് ട്രിവാൻഡ്രത്തിലെ വിതുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാമിലേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡാം പോയി ഒന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഡാമിലേക്ക് ഞാൻ പോകണം. അപ്പോൾ പേപ്പാറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും പേപ്പാറ ഡാമിലേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ വീഡിയോ കിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പം എന്തായാലും കൂട്ടുകാർ, അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട് കേട്ടോ, എൻ്റെ ചങ്ങായും ഉണ്ട്. അപ്പോൾ ചങ്ങായി ഞാനും കൂടെ പോകണം. അപ്പോൾ അവനാണ് എനിക്ക് ലൊക്കേഷൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് സ്ഥലം എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അവൻ്റെ നാടാണ് അല്ലേ? അതെ, എൻ്റെ നാടാണ്. അവൻ്റെ നാടാണ്. അപ്പം എന്തായാലും അപ്പം ഞങ്ങൾ ഡാം കാണാൻ പോകും. അപ്പം ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഏരിയ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ സ്ഥലത്തെത്തിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. ആനയും പോത്തും നമ്മളെ പിടിച്ചില്ലെങ്കിൽ നമ്മളിവിടെ വരും. ആനയും പോത്തും പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കേട്ടോ വീഡിയോ. കൂട്ടുകാരെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഇപ്പോൾ കാട്ടിലെ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പാറ ഡാമിലേക്ക് പോകുന്ന അവിടെ തന്നെയാണ് കാട്ടിലെ കട. അപ്പോൾ ഈ കാട്ടിലെ കട എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇലയിലാണ്, കാട്ടിലെ ഇലയിൽ തന്നെ നമുക്ക് ഊണൊക്കെ തരുന്നത്. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഈ ഇലയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പേര് നമ്മളെ കൂവ എന്നാണ് പറയുന്നത്. ഈ ഇലയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അകത്ത് കയറിയിട്ട്. ഊണൊക്കെ അടിപൊളി ഊണാണ്. ജ്യോതി എങ്ങനെയുണ്ട് ഊണ്? ഊണ് നല്ല ഊണ്. ഊണ് ചിക്കൻ തോരൻ നല്ല അടിപൊളി. ചേട്ടാ ഊണ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഊണെല്ലാം അടിപൊളി എന്ന് പറയുന്നത്. അപ്പം ലൊക്കേഷൻ ഞാൻ പറഞ്ഞു വിട്ടാൽ നമ്മുടെ പേപ്പറിലേക്കാണ്. അപ്പോൾ കാട്ടിലെ കടയാണ്. അപ്പോൾ എല്ലാവരും വരിക, ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പേപ്പാറ ഡാമിൻ്റെ തൊട്ടടുക്കലാണ്. അപ്പോൾ ഞാനിപ്പോൾ കാട്ടിലെ കടയിലൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നല്ല ഫുഡായിരുന്നു കാട്ടിലെ കടയിലുള്ള ഫുഡ്. അപ്പോൾ എന്തായാലും അവർ കാട്ടിലെ എന്താ പറയുക, കാട്ടിലെ ഇലകൾ കൊണ്ടാണ് നമുക്ക് ഒരു കൂവേല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ നമുക്ക് അയച്ചു തന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു. അപ്പോൾ ചിക്കൻ തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഈ കാണുന്നതാണ് വനം. അപ്പോൾ വനത്തിലൂടെയാണ് ഞങ്ങളിപ്പം യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവഴി പോയിട്ട് നമുക്ക് പേപ്പർ ഡാം നമുക്ക് നേരെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കാട്ടുപോത്ത്, കാട്ടാന, പെരുമ്പാമ്പ് എന്നീ ഇനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് കാട്ടിൽ. അപ്പോൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടു വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ കാട്ടിലെ കട കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്കാണ്. ഇത് കുട്ടപ്പാറ എന്ന് പറയും. പിന്നെ ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ മാത്രമേ നമുക്ക് പേപ്പർ ഡാമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുവഴിയാണ് നമ്മൾ ഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വനോര പ്രദേശമായതുകൊണ്ട് ഈ വനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് തന്നെ. കൂട്ടുകാരെ, അപ്പം നമ്മൾ വരുന്ന വഴി തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ഒരു കാവാണ്. അപ്പോൾ നമ്മൾ ഈ കാവിൻ്റെ അടുക്കൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് കുറച്ച് പേപ്പറ പോകാനുള്ളത്. ഡാമിനടുത്ത് നമ്മൾ ഈ വനത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരമെല്ലാം മുറിച്ചിട്ട് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ചിട്ടാണ് ഇപ്പം നല്ല വെട്ടമുണ്ട്. പക്ഷേ ഈ റോഡ് അതിമനോഹരമായിട്ടുള്ള റോഡാണ്. ഇവിടെ തന്നെ നമുക്ക് നേരെ പേപ്പറ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാട്ടുപോത്തോ കാട്ടാനൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവഴി ഒരു ബസ് മാത്രമേ പാസഞ്ചർ ചെയ്യത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുന്നത് ആ മലയൊക്കെ കാണുന്നുണ്ടോ? ആ മലയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബായിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. തൊട്ടടുത്തൊക്കെ നമുക്ക് മലയൊക്കെ കാണാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ കാട്ടുപോത്തോ ഞാൻ പറഞ്ഞ പോലെ കാട്ടാനയോ വരാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പേപ്പാറ ഡാമിനടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കട്ടെ, എന്താണെന്ന് നോക്കി. ഇതാണ് കൂട്ടുകാരെ പേപ്പാറ ഡാം. അപ്പോൾ പേപ്പാറ ഡാമിൽ കുറച്ച് ഡെക്കറേഷൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ അല്ല നമ്മൾ ഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.
നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ അവിടെ പോയി നമ്മുടെ സെക്യൂരിറ്റിയിൽ അവിടെ ചെന്നിട്ട് പേരെഴുതി വെക്കുക, അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, അപ്പം ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം സെക്യൂരിറ്റി എല്ലാം ചെയ്യുന്ന ശേഷമാണ് നമ്മൾ അകത്തേക്ക് കടത്തി വിടണം. അപ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ട് നമ്മൾ ഈ ഡാമിനകത്തേക്ക് വന്നിട്ടാണ് നമ്മളിപ്പം ബാക്കിയുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മളിനിയിപ്പം ഇവിടുന്ന് കുറച്ച് താഴേക്ക് പോയാണ് പേപ്പറ ഡാം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമുക്ക് കേരള വാട്ടർ അതോറിറ്റി ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്, അവരുടെ ബംഗ്ലാവാണ് കേട്ടോ, കേരള അതോറിറ്റിയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പേപ്പർ ഡാം ഇതാണ്. അപ്പോൾ പേപ്പർ ഡാം നമുക്ക് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി പോകണം കേട്ടോ. സ്റ്റെപ്പുകൾ ഇറങ്ങി പോയാലേ നമുക്ക് ഡാം കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പുറത്തൂടെ വഴി കൂടെ ഇറങ്ങി വന്നാൽ നമ്മൾ റോഡിൽ കൂടെ വാഹനം വരെ പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇതാണ് പേപ്പർ ഡാം. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് വേണം നമ്മൾ കാണാൻ. അപ്പോൾ എന്തായാലും ഡാമിൻ്റെ ഇതാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അറ്റം വരെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സൂയിസൈഡൊക്കെ നടന്നുകൊണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ കാരണം കൊണ്ടാണ് ഇവിടെ അടച്ചിട്ടേക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നോ എൻട്രി ആണ്, നമുക്ക് പ്രവേശനമില്ല. ഇപ്പം നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പേപ്പർ ഡാം. അപ്പോൾ പേപ്പർ ഡാമിൻ്റെ അങ്ങ് അറ്റമൊക്കെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം. ഒരു തുരുത്തുപോലെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ എന്തായാലും അടിപൊളി ഭംഗിയാണ്. അപ്പോൾ പേപ്പർ ഡാമിലേക്ക് വരുന്നവർക്കൊക്കെ വരാം. അപ്പോൾ എന്തായാലും ദൂരോട്ട് നമ്മൾ പോകാൻ പാടില്ല, താഴേക്ക് പോയ അപകട മേഖലയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡാം കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പം ഡാമിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ അകത്തേക്ക് കടത്തി വിടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഈ വനത്തിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഭംഗി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇവിടെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് വരാൻ പാടില്ല. എന്നാൽ പോലും നമ്മൾ ഇതുവഴി എങ്ങനെയും കഷ്ടപ്പെട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിക്കുക. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പറെ കുറിച്ചുള്ള ഈ ഡാമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ പേപ്പർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക കേട്ടോ. ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാമല്ലോ. പേപ്പറ കറക്റ്റ് വരുന്നത് നമ്മുടെ വിതിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നെടുമങ്ങാട് ടു വിതിരയിലേക്ക് വരുന്ന വഴിക്ക് തന്നെ പേപ്പറ. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ പൊടിയക്കാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെക്ക് പോസ്റ്റാണ്, പൊടിയക്കാലയുടെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ കടന്ന് പൊടിയക്കാലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും അധികം വന്യമൃഗങ്ങളൊക്കെ കാട്ടുപോത്തും ആനയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കടന്നാണ് നമ്മൾ ഇനി പൊടിയക്കാലിലേക്ക് പോകുന്നത്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ വനത്തിലൂടെ ഞാൻ നടന്നു പോകുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാട്ടുപോത്തും ആനയും ഇല്ല കാണുമെന്ന് നോക്കിയതാണ്. പക്ഷേ ഇതിവിടെ ഒന്നും കാണാനില്ല കേട്ടോ. നടന്ന് തളർന്നു. അവിടെ നിന്ന് അത്ര കിലോമീറ്റർ ഇവിടെ നടന്ന് കയറി. ഇനി അടുത്ത് തന്നെ അങ്ങോട്ട് പോവാം. അപ്പം വണ്ടിയിൽ ഇരുന്ന് പോകാൻ പറ്റത്തില്ല സംഭവം. റോഡൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം പൊടിയക്കാവിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ. അപ്പോൾ പാലത്തിന് പണി നടക്കുകയാണ്. അപ്പം അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പം പാലത്തിന് പണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ. അപ്പം നമ്മൾ ടൂ വീലർ വരുമ്പോൾ ശ്രദ്ധിച്ച് വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റോഡിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും പണി നടക്കുന്നതുകൊണ്ടും പിന്നെ വരുന്ന വഴിക്കൊക്കെ ഭയങ്കര മോശമായിട്ടാണ് വഴിയൊക്കെ വരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വരിക ടൂ വീലർ വരുന്നത്. അപ്പോൾ നല്ല വൈവാണ്. പിന്നെ ആളൊക്കെ കുറവായിരിക്കും. നമ്മൾ വരുന്ന വഴിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വരിക. വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം സൂക്ഷിച്ചാണ് വരേണ്ടത്. അപ്പം ഇവിടെ ഏറ്റവും അധികം പൊടിയക്കാലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അവിടെ കാണിക്കാരാണ് ഏറ്റവും അധികം അവിടെ താമസിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടി പോയിട്ട് നമ്മൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇനി വീഡിയോ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നല്ല വനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ പൊടിയക്കാലയിലോട്ട് പോകുന്ന അങ്ങോട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ ആളനക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും വന്യമൃഗങ്ങളോ മറ്റുള്ള സംഭവങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ അവിടേക്ക് നോക്കിയപ്പോൾ ആന പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുവഴി പോകുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് വേറെ ഒരു അനക്കമൊന്നുമില്ല, മനുഷ്യന്മാരുടെ അനക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പൊടിയക്കാലാണ് ഇപ്പം നമ്മൾ വന്നെത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാം കണ്ടതിന് ശേഷം നമ്മൾ പൊടിയക്കാലം വന്നിട്ട് പൊടിയക്കാലം എന്ന് വെച്ചാൽ ഒരു അടിപൊളി വ്യൂ ആയിട്ടൊരു സ്ഥലമുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെയാണ്. എനിക്കിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ഇടമായിപ്പോയി കേട്ടോ. ഈ നമ്മൾ ഡാമൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊടിയക്കാലം വന്നപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈവാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ചെറിയൊരു തോട് പോലെയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് പാറക്കെട്ടിൽ നിന്നിട്ട് വെള്ളച്ചാട്ടം പോലത്തെ ഇതൊക്കെ നമുക്ക് കാണാം.
അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഇതിൻ്റെ ഇത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു ഇടമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊടിയക്കാവിൽ തന്നെയാണ്. അപ്പോൾ പൊടിയക്കാവിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഈ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ആറ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പ്രകൃതി ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ പൊടിയക്കാവിലാണ്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ കടന്നു വരണം. അപ്പോൾ അവിടെയാണ് ഇതെല്ലാം കാണാൻ കഴിയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക്, ഈ സ്പോട്ടിലേക്ക് വരാൻ നോക്കുക. അപ്പോൾ കുറച്ച് ദൂരമുള്ളൂ, വേറൊരു എക്സ്പെൻസ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മാത്രം വരാം. ഇന്നോ നല്ല ഭംഗി നോക്കിയേ. നമ്മുടെ ഡാമിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ല വീഡിയോസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, പേപ്പർ ഡാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് അടിച്ച് വിടുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരും ഈ സ്ഥലത്തേക്ക് വരട്ടെ, അവർക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയകാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പോകാൻ തോന്നുന്നില്ല, അതിമനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ട്രാവൽ ചെയ്ത് വന്നിട്ട് പോലും ഈ ബ്ലോഗ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിക്കുക, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട്, ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇനി എന്താണെങ്കിലും നമുക്ക് കണ്ടിരിക്കാം. ഓക്കെ, ബൈ.